ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിലെ പുതിയ മാറ്റം. ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യ ദീർഘകാലമായി മധ്യപൂർവ്വദേശ രാജ്യങ്ങളെയും അമേരിക്കയെയും ആശ്രയിച്ചിരുന്ന ഇറക്കുമതി മാതൃകയിൽ ഇപ്പോൾ നിർണായകമായ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സൗദി അറേബ്യയെയും അമേരിക്കയെയും പിന്തള്ളി വെനസ്വേല ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി ഉയർന്നിരിക്കുകയാണ്. മെയ് മാസത്തിലെ ഇറക്കുമതി കണക്കുകളാണ് ഈ അപ്രതീക്ഷിത മുന്നേറ്റം പ്രകടമാക്കുന്നത്. ആഗോളതലത്തിൽ യുദ്ധങ്ങളും ഉപരോധങ്ങളും കടൽ ഗതാഗത പ്രതിസന്ധികളും മൂലം എണ്ണ വിതരണ ശൃംഖല താളം തെറ്റിയ സാഹചര്യത്തിലാണ് ഇന്ത്യ പുതിയ എണ്ണ ഉറവിടങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചത്. നിലവിൽ റഷ്യയും UAEയുമാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ എണ്ണ നൽകുന്ന രാജ്യങ്ങൾ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വെനസ്വേല എത്തിയിരിക്കുന്നത്. മെയ് മാസത്തിൽ മാത്രം പ്രതിദിനം ഏകദേശം 4,17,000 ബാരൽ ക്രൂഡ് ഓയിലാണ് വെനസ്വേല ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്തത്. ഏപ്രിൽ ഇത് 2,83,000 ബാരൽ മാത്രമായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ വലിയ വർധനവ് രേഖപ്പെടുത്തിയതാണ് ശ്രദ്ധേയമായത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ 9 മാസത്തോളമായി വെനസ്വേലയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി വളരെ കുറവായിരുന്നു എന്നതാണ്. ഇപ്പോൾ വളരെ വേഗത്തിലാണ് ഈ വ്യാപാരം വീണ്ടും സജീവമായിരിക്കുന്നത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ എണ്ണ ലഭ്യമാക്കാൻ കഴിയുന്നതാണ് വെനസ്വേലയെ ഇന്ത്യക്ക് ആകർഷകമാക്കുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും നേരിടുന്ന വെനസ്വേല പുതിയ വിപണികൾ പിടിച്ചുപറ്റുന്നതിനായി വിലയിൽ ഇളവ് നൽകുന്നുണ്ട്. ഇതിലൂടെ ഇന്ത്യൻ റിഫൈനറി കമ്പനികൾക്ക് വലിയ സാമ്പത്തിക ലാഭം നേടാൻ സാധിക്കുന്നു. ഇന്ധനവില നിയന്ത്രിക്കേണ്ട സമ്മർദ്ദം നേരിടുന്ന ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന ഈ എണ്ണ വലിയ ആശ്വാസമായാണ് വിലയിരുത്തപ്പെടുന്നത്. വെനസ്വേലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ കൂടുതലായും ഹെവി ക്രൂഡ് വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് ഉയർന്ന സൾഫർ അടങ്ങിയ കനം കൂടിയ എണ്ണ. സാധാരണ റിഫൈനറികൾക്ക് ഇത് സംസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിലും ഇന്ത്യയിലെ ചില അത്യാധുനിക റിഫൈനറികൾക്ക് ഇത് വളരെ അനുയോജ്യമാണ്. പ്രത്യേകിച്ച് ഗുജറാത്തിലെ ജാംനഗറിൽ പ്രവർത്തിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി സമുച്ചയം ഇത്തരം ഹെവി ക്രൂഡ് സംസ്കരിക്കാൻ ശേഷിയുള്ളതാണ്. കുറഞ്ഞ വിലയിൽ ഹെവി ക്രൂഡ് വാങ്ങി അതിൽ നിന്ന് ഉയർന്ന മൂല്യമുള്ള ഇന്ധന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് കൂടുതൽ ലാഭം നൽകുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥയും പശ്ചിമേഷ്യയിലെ അസ്ഥിരതയും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി തന്ത്രത്തെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലുണ്ടായ സുരക്ഷാ ആശങ്കകൾ നിരവധി കപ്പൽ ഗതാഗതങ്ങളെ ബാധിച്ചു. ഇതോടെ ഇന്ത്യ പരമ്പരാഗത വിതരണക്കാരെ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഉറവിടങ്ങൾ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കി. അമേരിക്കൻ ഉപരോധങ്ങളിൽ താൽക്കാലികമായ അയവ് വന്നതിനെ തുടർന്ന് ഇന്ത്യ ഈ വർഷം ഏപ്രിലിൽ വീണ്ടും ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ആരംഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് അമേരിക്കൻ നാവിക നിരീക്ഷണവും ഉപരോധ നിയന്ത്രണങ്ങളും ശക്തമായതോടെ ആ ഇറക്കുമതി വീണ്ടും തടസ്സപ്പെട്ടു. മെയ് മാസത്തിൽ ഇറാനിൽ നിന്ന് ഒരു എണ്ണക്കപ്പലും ഇന്ത്യയിൽ എത്തിയിട്ടില്ല എന്നതാണ് റിപ്പോർട്ടുകൾ. ഇറാഖിൽ നിന്നുള്ള എണ്ണ വിതരണത്തിലും വലിയ ഇടിവാണ് ഉണ്ടായത്. ഫെബ്രുവരിയിൽ പ്രതിദിനം 9,69,000 ബാരൽ എത്തിയിരുന്ന ഇറാഖി എണ്ണ മെയ് മാസത്തിൽ വെറും 51,000 ബാരലായി താഴ്ന്നു. പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രതിസന്ധിയും ഗതാഗത ചിലവിലെ വർധനവുമാണ് ഇതിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാരിൽ ഒരാളായ സൗദി അറേബ്യയ്ക്കും ഈ സാഹചര്യം തിരിച്ചടിയായിരിക്കുകയാണ്. ആഗോള വിപണിയിൽ ഉയർന്ന നിരക്കിൽ എണ്ണവില നിശ്ചയിച്ചതാണ് ഇന്ത്യയെ മറ്റ് വിപണികളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഏപ്രിലിൽ പ്രതിദിനം 6,70,000 ബാരൽ എത്തിയിരുന്ന സൗദി എണ്ണ ഇറക്കുമതി മെയ് മാസത്തിൽ 3,40,000 ബാരലായി പകുതിയിലേറെയായി കുറഞ്ഞു. ഇന്ത്യ പോലെയുള്ള വലിയ ഉപഭോക്തൃ രാജ്യം കുറഞ്ഞ വിലയുള്ള വിപണികളെ തേടി തുടങ്ങിയതിന്റെ സൂചനയാണ് ഇതെന്നാണ് വിദഗ്ധർ പറയുന്നത്. മെയ് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഏപ്രിലിനെ അപേക്ഷിച്ച് ഏകദേശം 8% ഉയർന്ന് പ്രതിദിനം 4,9 ദശലക്ഷം ബാരലായി. എന്നാൽ ഇറാൻ പ്രതിസന്ധിക്കും പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണിക്കും മുമ്പ് ഫെബ്രുവരിയിൽ ഉണ്ടായിരുന്ന 5.2 ദശലക്ഷം ബാരൽ എന്ന ഉയർന്ന നിലയിലേക്ക് രാജ്യം ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. രാജ്യത്തിനകത്ത് പെട്രോൾ ഡീസൽ വിലവർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ഗതാഗത ചിലവിലെ വർധനവ്, പണപ്പെരുപ്പ സമ്മർദ്ദം തുടങ്ങിയ സാമ്പത്തിക വെല്ലുവിളികൾ തുടരുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്ന വെനസ്വേലൻ എണ്ണ ഇന്ത്യക്ക് വലിയ ആശ്വാസം നൽകുമെന്നാണ് വിലയിരുത്തൽ. ഇത് എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം ഇന്ത്യൻ റിഫൈനറി കമ്പനികളുടെ ലാഭവും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ആഗോള വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യക്ക് ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനുള്ള പുതിയ തന്ത്രപരമായ നീക്കമായും ഈ മാറ്റത്തെ വിദഗ്ധർ കാണുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.